അല്ല അത് ഞാൻ ഇവിടെ കുണ്ട്രയിൽ നിങ്ങൾ വന്നോണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് തലടക്കം ഞാൻ വണ്ടി ഓട്ടിക്കുവാണോ സമയം ഞാൻ പറഞ്ഞാൽ എനിക്ക് അല്ലെങ്കിൽ ഞാൻ ബാക്കിൽ ഉറങ്ങിപ്പോ ഞാൻ വണ്ടി ഓട്ടിക്കാം ഒന്ന് ഓടിച്ച് കാറ്റ് കടിച്ചപ്പോ ഓക്കെ അവിടെ ഞാൻ ഓടിച്ച് നോക്കുമ്പോൾ ഇവിടുന്ന് വണ്ടി വാങ്ങി ഞാൻ ഓടിച്ചു. പിന്നെ കുറച്ച് മുമ്പോട്ട് പോയപ്പോഴത്തേക്ക് എനിക്ക് തല പെട്ടെന്ന് ഈ ഉച്ചി ഭാഗത്ത് എന്തൊക്കെയോ നമ്മുടെ ഈ ഭയങ്കരമായിട്ട് ഒരു എന്താ പോലെ. അപ്പം അത് മാത്രമല്ല എനിക്ക് അവിടെ ഇവിടെയൊക്കെ ഒരു കോച്ചി പിടിക്കുന്ന പോലെ ജസ്റ്റ് ഫീൽ ചെയ്തു. അപ്പം ഞാൻ സത്യത്തിൽ വിചാരിച്ചു സ്ട്രോക്ക് ആയിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. സത്യം ഞാൻ വിചാരിച്ചു അങ്ങനെ. കല്യാണത്തിന് മുമ്പ് ആ പ്രശ്നമില്ല, കല്യാണ ശേഷമാണ് അങ്ങനെ ആയത്. ചത്തകളിക്ക് എന്തിനാളിയാ കൂട്, പിന്നെ ആരോഗ്യം നോക്കിട്ട് എന്തിനാ. നിങ്ങളെ കൂട്ടുകാരന്റെ അടുത്ത് പോയിട്ട് വന്ന എപ്പോഴാണ്? ഇന്നലെ രാത്രിയാണോ? ഇന്നലെ രാത്രിയല്ല, ഇന്ന് രാവിലെ വന്നു. ഇന്ന് രാവിലെ ഞാൻ വീട്ടിൽ പോയി. ഞാൻ 11 മണിയായപ്പോ ഞാൻ വീട്ടിൽ പോയിരുന്നു. ഇത്രയും വയ്യായിക്കൊക്കെ വരുമ്പോഴത്തേക്കാണ് വെച്ചോണ്ടിരിക്കുന്നത്. 3 മണി 4 മണിയുള്ള കുട്ടരി നോക്കിക്കോ. സംഭവം സാറേ, ഞാൻ മറ്റേ പോസ്റ്റ് ഓഫീസിലൊക്കെ മറ്റേ ഇൻഷുറൻസ് ചേർത്തിട്ടുണ്ട്. ഇവളാണ് അതിന്റെ നോമിനി. അത് കണ്ടോണ്ടാണ് ഏത് കിട്ടാൻ. ചുമ്മാ അതൊക്കെ നൈസ്. അത് തന്നെ നിങ്ങളുടെ 50,000 രൂപ എനിക്ക് വേണ്ട. എനിക്ക് കിടക്കുന്ന സാധനം വിറ്റ് കഴിഞ്ഞാൽ പോലും അതിന് ഇരട്ടി പൈസ ഉണ്ട്. അറിയാത്ത സംഭവം അതല്ലേ. ചുമ്മാ പോറ്റി 20 അടിച്ചിട്ട് നിങ്ങളെന്താ ചാറ്റ് ചെയ്യാതെന്താ? ലൈവിൽ ചാറ്റൊക്കെ ഒരുപാട് കുറഞ്ഞല്ലോ. എന്തോ പ്ലീസ് ലൈവ് കാണുന്നത് ചാറ്റ് ചെയ്യാ. അത് വണ്ടി വിളിച്ചാ കറക്റ്റ്. ഇന്നത്തെ ദിവസം സത്യം ഞാൻ ഒരുപാട് കടപ്പെട്ടിരുന്നു. കാരണം ഞാനേ ആറ്റിങ്ങിൽ എത്താറായപ്പോഴത്തേക്ക് ഇവനെ ആദ്യം രാവിലെ 6:30 മണി മുതൽ ഇവനെ വിളിക്കും. രാത്രി 12 വിളിച്ചു. അത് പോട്ട് തല്ലി വെല്ലി. കാരണം 10 മണിക്ക് ശേഷം 10 മണിക്ക് ശേഷം ജല്ലി കൂടെ മൂത്രം ചെയ്ത പയ്യനാണ്. സോ 12 മണിക്ക് വിളിച്ച എന്റെ തെറ്റ്. 12 മണിക്ക് വിളിച്ച എന്റെ തെറ്റ്. അത് വിട്ടേക്ക്. 6:30 രാവിലെ വിളിച്ച്, അപ്പൊ എടുത്തില്ല. അത് കഴിഞ്ഞ് 7:30 മണിക്ക് മറ്റേ വിളിച്ചപ്പോഴാണ് അളിയ എടുക്കുന്നത്. അപ്പൊ ഞാൻ ഫസ്റ്റ് പറഞ്ഞ കാര്യം, അളിയ നീ ഒന്ന് ലീവ് എടുക്കണം, എനിക്ക് വയ്യ. ഞാൻ ഇപ്പൊ വണ്ടി ഓടിച്ച് വന്നോണ്ടിരിക്കണം. അവിടെ എത്തുമെന്നൊരു ഉറപ്പില്ല. എനിക്ക് ഒടുക്കത്ത തലവേദന. ഞാൻ ഉറങ്ങിയിട്ടില്ല ഇന്നലെ. ഒരു പോളെ കണ്ണടച്ച്. സാധാരണ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു മിനിറ്റ് പോലും ഉറങ്ങാതെ ഒരു രാത്രി ഞാൻ ചെലവഴിക്കുന്നത്. സാധാരണ എന്ത് ജോലിയാണെങ്കിലും ഇപ്പൊ എപ്പോഴെങ്കിലും സമയത്ത് ഒരു 5 മിനിറ്റ് ഒന്ന് മയങ്ങിപ്പോകും. പക്ഷെ ഇന്നലെ മയങ്ങിയിട്ടില്ല. ഇന്നലെ ഒരു മിനിറ്റ് പോലും ഞാൻ മയങ്ങിയിട്ടില്ല. സാധാരണ നമ്മൾ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തുകൊണ്ടെങ്കിൽ നൈറ്റിലൊക്കെ എന്തെങ്കിലും കാര്യം എൻഗേജ് ആകുമ്പോഴത്തേക്ക് എപ്പോഴെങ്കിലും 5 മിനിറ്റ് ഇങ്ങനെ. പക്ഷെ ഇന്നലെ അവിടെ സംഭവം ഇല്ലായിരുന്നു. ഒരു മിനിറ്റ് പോലും മയങ്ങില്ല. അപ്പൊ അതിന്റെ ക്ഷീണമാണ്. അതെ, ഇതിന് പുതിയ കുഴപ്പമില്ല. അത് പോട്ട് ലീവ് എടുത്ത് നീ എന്റെ മോനെ എന്താ ലീവ് എടുത്തത്? അല്ല, അതായത് ഇവന്റെ കൂട്ടുകാരന്റെ അച്ഛൻ മരിച്ചുപോയി. അതാണ് ഇവൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇവൻ പറഞ്ഞെന്തിനാണ്? ഏട്ടാ, എന്റെ കൂട്ടുകാരന്റെ അച്ഛൻ മരിച്ചു കേട്ടാ. ഇന്നലെ രാത്രി എന്തൊരു ആക്സിഡന്റ് ആവുമോ? എന്തോ സ്പീഡിൽ പറഞ്ഞ മാറിപ്പോയി. അതാ ഉദ്ദേശം. എന്തിനാ ഞാൻ മറന്നു പോയില്ല. നല്ല നൈസ് കോമഡി പഠിച്ചത് മോലാട്. രാവിലെ ലീവ് വിളിച്ചാൽ സൂപ്പർ ആയിരുന്നു. എന്റെ കൂട്ടുകാരന്റെ അച്ഛൻ ഇന്നലെ മരിച്ചുപോയി. ഇന്ന് ആക്സിഡന്റ്. എന്താ തലവേദന ആയപ്പോ തലവേദനയാണ് ഞാൻ മറന്നല്ലേ. സത്യം പറഞ്ഞ എയറിലായിരുന്നു വരുന്നത്. അത് വിട്. ബാക്കിയുള്ളവരോട് ചാറ്റ് ചെയ്യണേ. ചാറ്റിലൂടെ കുറവാണല്ലോ. 7:30 ഇല്ലയാ. അങ്ങനെ മുതലാളി ഒരു കാണത്തൊന്നുമില്ല. ലൈവ് കാണത്തൊന്നുമില്ല. മുതലാളി ആരാണ്? അവൻ ഇതിന്റെ പണി കാണാൻ വേണ്ടി പറഞ്ഞുകൂടാ. ശ്രീലാൽ ലൈവ് കാണുന്നുണ്ടെങ്കിൽ ഇത് ഇത്രയും ഭാഗം ഞാൻ മറ്റേ മുതലാളി വാട്സപ്പ് ഇട്ടു കളിയാ. നിനക്ക് മാനസിക കയറി പറ്റാത്ത അവസരമാണ്.